എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടോ എല്ലാവരും? ഒത്തിരി പേര് കണ്ടില്ലെന്ന് തോന്നുന്നു. മാർക്കറ്റിൽ പോയതും മീനിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തെ മെയിൻ പാട്ടെന്ന് പറയുന്നത് അപ്പച്ചനും മക്കളൂടെ കൊച്ചുമക്കളൂടെ കുറച്ച് കൊച്ചു വർത്താനം കാണുമ്പോൾ പണ്ടത്തെ കുറേ ദിവസം കൊണ്ട് പോൾമോൻ ഈ പാട്ടാണ് പാടിക്കൊണ്ട് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അവൻ പാടുന്നത് ശരിക്കൊന്നുമല്ല. അപ്പോൾ അപ്പച്ചൻ അത് കേട്ടിട്ട് പാടി കേൾപ്പിച്ചിട്ട്, അപ്പച്ചൻ പണ്ട് ഇവരെ എടുത്തോണ്ട് നടന്ന് ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ അവിടെ അത് കേൾക്കുമ്പോൾ ഈ പിള്ളേർക്ക് ഭയങ്കര, ആ പാട്ട് അപ്പച്ചൻ പാടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർ കുഞ്ഞായിരുന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് അറിയത്തില്ലായിരുന്നല്ലേ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവൻ്റേതായ രീതിയിൽ ട്യൂൺ ശരിയാ, പക്ഷേ വേർഡുകൾ ശരിയല്ലായിരുന്നു. അതൊക്കെയുണ്ട്. അപ്പോൾ കുറേ നേരം കൊണ്ട് ഇവർ അപ്പച്ചൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞു, അപ്പച്ചൻ അത് അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി വീഡിയോ എടുത്തത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അയ്യോ മഴയെന്ന് പറഞ്ഞാൽ മഴ അങ്ങനെ വലുതായിട്ടില്ല. ഇപ്പോൾ ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഒരു 8 മണി ആയപ്പോഴത്തേക്ക് അത്രയ്ക്കങ്ങ് ഇരുട്ട് കാറിടി. പിന്നെ ഇങ്ങനെ ചാറി 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 മഴ. അങ്ങനെ ഈ മഴയത്ത് പിന്നെ കൊച്ചിനെയൊക്കെ വിളിക്കാനൊക്കെ പോയിട്ട് വന്നപ്പം ഇങ്ങനെ പ്രൈസൻ അതാ പറഞ്ഞു, അയ്യോ ഇത്രയും സമയം ആയുള്ളൂ, പിന്നെ ഒത്തിരി ഡാർക്കായിട്ട് കിടക്കുന്നല്ലോ. ചിലപ്പം രാത്രികളിലൊക്കെ ഭയങ്കര ഇടി വെട്ടും. എനിക്ക് ഇടിയും കൊല്ലാൻ ഭയങ്കര പേടി. കാരണം നാട്ടിലൊക്കെ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൊല്ലാനും ഇടി വലിയൊരിതാണ്. ഇനി നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ റീച്ചാനും പോൾമോനൂടുള്ള, റീച്ചാൻ രാവിലെ ഇവിടെ ഉണ്ടെങ്കിൽ പോൾമോന് വയറ് നിറച്ച് കിട്ടും. ഈ പഠിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അവൻ്റെ ഡൗട്ടുകളും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാല് കാച്ചാൻ വെച്ച്. അപ്പോൾ തേയില അങ്ങ് തീർന്നു. അപ്പോൾ ആ ഡബ്ബ കയ്യോടങ്ങ് കഴുകാമെന്ന് വെച്ച്. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇതൊന്ന് കഴുകണമെന്ന് പറയും. കാരണം മൊത്തത്തിലങ്ങ് കാലിയാവുന്നില്ലായിരുന്നു. അപ്പം മൊത്തത്തിൽ കാലിയാക്കിയിട്ട് എന്നും കഴുകാതിരിക്കും ചിന്തിക്കുക, അങ്ങ് മറന്നു. ഇന്നാണെങ്കിൽ എന്തുവാണേലും മൊത്തത്തിലങ്ങ് കാലിയായി. അതുകൊണ്ട് ഇതങ്ങ് കഴുകി വയ്ക്കാമെന്ന് വെച്ച്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം കഴിഞ്ഞ ദിവസം കടലക്കറി വെച്ചതിൻ്റെ ബാക്കിയുണ്ട്. ഇപ്പം കടലക്കറി ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം പൂരിയായിരിക്കും. സാമ്പാർ ബാക്കിയുണ്ടെങ്കിൽ ഇഡലിയും ദോശയായിരിക്കും. അങ്ങനെ അത് ഈ പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് പൂരി കറി ഇല്ലെങ്കിലും അല്ലാതെ കഴിക്കുന്നത് എനിക്കിഷ്ടം. അത് കുഴച്ച് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കട്ടെ. രാവിലെ അങ്ങ് തുണി കഴുകാനിട്ട് പൂരി ഞാനൊരു 10 ആദ്യം ഇങ്ങനെ 8 10 അങ്ങനെ ഉള്ളത് കുറച്ചിങ്ങനെ കുഴച്ച് ഞാൻ പരത്തിയിട്ട് വലിയൊരു പ്ലേറ്റിലോട്ട് വയ്ക്കും. എന്നിട്ട് അത്ര അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് ചൂടോ പിള്ളേർക്ക് കൊടുക്കും. ഇപ്പം ഞാനിത് ഒരു 5 മിനിറ്റ് പോലും വെച്ചില്ല. അതുകൊണ്ട് നമ്മൾ ചേർന്ന് വെക്കുവാണെങ്കിലേ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. കാരണം ഞാനിത് ഇത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നീടല്ലേ ലാസ്റ്റ് ഇതെല്ലാം ഒതുങ്ങിയിട്ടാണ് കൊച്ചിന് ഞാൻ ടിഫിൻ കൊടുക്കാനുണ്ടാക്കുന്നത്. അവൻ്റെ ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ പറ്റുന്ന പോലെ. അപ്പോൾ അത് നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, വീർത്ത് വരും. അപ്പം ഞാനിങ്ങനെ ഇതുണ്ടാക്കട്ടെ. ഉണ്ടാക്കി വരും തോറും നമ്മുടെ എണ്ണയിൽ ഈ ഗോതമ്പ് പൊടിയുണ്ട്, നമ്മൾ ഈ പരത്തുമ്പം പൊടി കാണുമല്ലേ, അത് നന്നായിട്ട് കുടഞ്ഞ് കളയാതെ എണ്ണയിൽ ഇങ്ങനെ ഇടുവാണെങ്കിൽ അടിയിലിങ്ങനെ കറുത്തതുപോലെ ആ പൊടി അവിടെ കിടന്ന് കരിയും. ഇവിടങ്ങളിലൊക്കെ ഈ ഹോട്ടലിലും കിട്ടുന്നത് ഈ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ. പണ്ട് ഞങ്ങളുടെ ഇവിടെ ഈ ഗെറ്റ് ടുഗദറുള്ള സമയത്തും ഇങ്ങനെ ഈ പാചകക്കാർ വന്ന് ചെയ്യുമ്പോൾ പൂരി ഈ പൂരിയുടെ ഒരു 3 പൂരി അവരുണ്ടാക്കും ആ മാവിൽ. അതുപോലുള്ള കുഞ്ഞതാ. ഈ പോളിനും അതാ ഇഷ്ടം കേട്ടോ. പോളിന് ചില കാര്യങ്ങളിലൊക്കെ പ്രൊഫഷണലായിട്ട് അവന് അതുപോലെ ചെയ്യണമെന്നുള്ള ഇതാണ്. ഞാൻ പറഞ്ഞ ഇടയിർക്ക അത് ഞാൻ എത്ര നേരം ഇരുന്ന് ഇങ്ങനെ കിണുകിണാ ഉണ്ടാക്കണം. അതിനേക്കാൾ നല്ലത് ഇതങ്ങനെ 3-4 എണ്ണം കഴിച്ചാൽ അതല്ലേ നല്ലത്.
അവന് കാണാൻ ഒരു ഷേപ്പ് അങ്ങ് ഒരു എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇപ്പം ഞാൻ അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. ഇന്ന് ഇത്തിരി ലേറ്റായി. ഞാൻ പിന്നെ പെട്ടെന്ന് കോവയ്ക്കയും ബീട്രൂട്ടിലൂടെ മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അടപ്പത്തങ്ങ് വെച്ച്, എന്നിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഉപ്പുകൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി അടച്ചു കൊടുക്കും. ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വെന്തും വഴന്ന് വരും. അപ്പോൾ അതങ്ങ് ഇച്ചിരി സമയം എടുക്കുമല്ലേ, അതുകൊണ്ട് അതങ്ങ് ഇട്ടിരുന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയല്ലേ. അപ്പോൾ റീച്ചാൻ ബാഡ്മിൻ്റൺ കളിച്ചിട്ടൊക്കെ വന്ന് ഇപ്പം മഴ ആയതുകൊണ്ട് പോകാൻ നിർത്തി വച്ചേക്കുമായിരുന്നു. ഇന്നലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാരൻ വിളിച്ച് അങ്ങനെ പോയി. എന്നിട്ട് വന്ന് ഡ്രസ്സൊക്കെ ഉരുട്ടിയിരിക്കുക. അപ്പോൾ ഇരുന്ന് ഇപ്പുറത്ത് പ്രൈസമോൻ്റെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ റീച്ചാനോട് പറയുക, എൻ്റെ കുടവയർ എടുക്കരുതെന്ന്. ഞാൻ പറഞ്ഞില്ല, കുടവയർ ഞാൻ എടുക്കുന്നില്ലെന്ന്. ഉടുപ്പൊക്കെ ഉരുട്ടിയിരിക്കുക. അപ്പോൾ എല്ലാവരും ഓരോരുത്തരത്തിരുന്ന് കഴിക്കുക. ഡാഡി കഴിച്ചു കഴിഞ്ഞു, പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ പോയി കഴിക്കാൻ പോയത്. എല്ലാം ഒന്ന് തുണിയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് ഒതുങ്ങി. അപ്പം ഡാഡിയുടെ ബോട്ടിലിൽ വെള്ളം തീർന്നായിരുന്നു, അത് നിറച്ചുകൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കാന്താരി കാണിച്ചു തരാമേ. റീസൺ കാന്താരി കണ്ടിട്ടില്ല, എന്തുവാന്ന് എന്നോട് ചോദിച്ചു. കാണണമെന്നില്ലൂടെ പറഞ്ഞത്? കാന്താരി കണ്ടോ നീ? കാന്താരി നിനക്ക് കാണണമെന്നല്ലേ പറഞ്ഞത്? ആണ്ടെ വേണ്ട മിർച്ചി. അപ്പോൾ പ്രൈസിനോട് ഞാൻ ടൈം ടേബിൾ എടുക്കാൻ പറയുമായിരുന്നു. അവൻ ടൈം ടേബിളെല്ലാം എടുത്തിട്ട് അവൻ്റെ ബുക്കും പുസ്തകം എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കുക. ഞാൻ പറഞ്ഞു അതൊന്ന് ഒതുക്കി വെക്കുന്നു. അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കുക. അവരവരുടെ കാര്യങ്ങൾ കുറേശ്ശെ നമ്മളിങ്ങനെ പറയണം, എന്നാലും നമ്മൾ പറഞ്ഞാലും അവർ തന്നെ അവരുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ചെയ്യട്ടെ. അതാ നമ്മുടെ പിള്ളേരെ ഇങ്ങനെ ഒന്നും ചെയ്യാത്തത് ഞാൻ നോക്കിയിട്ട്. എല്ലാ പിള്ളേരും ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ കിടന്ന് അലയ്ക്കണം. രാവിലെ ചേച്ചിയുടെ ഫോൺ വന്ന് ഞാൻ അവളോടും സംസാരിച്ചോട് നിന്ന് എൻ്റെ ജോലികളും അങ്ങ് ചെയ്യാമെന്ന് വെച്ച് തുണിയും കൂടെ വിരിക്കുക. അപ്പം ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചിട്ടുണ്ട്. അതാ കഴുത്തയിൽ കിടക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട റീച്ച, എനിക്ക് വേണ്ട, എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട്. എനിക്കല്ലാത്ത ഇയർഫോണായിരുന്നു. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് അങ്ങ് ശീലം വരും. അപ്പോൾ ഇപ്പം എനിക്ക് മറ്റേതിനേക്കാൾ നല്ലത് ഇത് വെച്ചുകൊണ്ട് മൊബൈൽ അവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതിയല്ല. ഇയർഫോൺ ആണെങ്കിൽ മൊബൈലിൽ തന്നെ കുത്തി ചെയ്യണ്ടേ, അതുകൊണ്ട് ഇപ്പം പ്രാക്ടീസ് ആയിപ്പോയി. അപ്പം ഞാൻ പിന്നെ തുണിയും വിരിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പ്രൈസനുള്ള പൂരിയും കൂടെ ഉണ്ടാക്കട്ടെ. അവൻ്റെ ടിഫിൻ്റെ അകത്ത് വെക്കത്തക്ക വിധത്തിലുള്ള കുഞ്ഞു പൂരി ഉണ്ടാക്കുന്നത്. അവന് ഞാൻ കൊടുത്തു വിട്ടത് കുഞ്ഞു പൗച്ചിലെ ടൊമാറ്റോ സോസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതാ കൊടുത്തു വിടുന്നത്. അപ്പം അതുകൂടെ ഒന്നുണ്ട്. അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരം ആ മാവ് അവിടെ ഇരുന്നത് കൊണ്ട് എല്ലാം ഇങ്ങനെ ബോളി പോലെ പൊങ്ങി വരും. എല്ലാം പൊങ്ങി, ഒന്നുപോലും അങ്ങനെ ചൊക്കി ഇരുന്നില്ല. അങ്ങനെ ഞാൻ അവനുള്ളതുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എല്ലാം പാത്രങ്ങൾ കഴുകണം. അപ്പം മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ ആ പാനൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഒതുക്കിയെടുക്കട്ടെ. यूज करेंगे क्या क्या करने का बाकी वाला सोच अभी पहला कौन सा प्राइवेट है गोपीनाथ का है ना. പിന്നെ ഞാൻ വന്ന് അവൻ്റേതായ രീതിയിൽ കട്ടിലൊക്കെ ഒന്ന് ഒതുക്കിയതാ. പിന്നെ ഞാൻ വന്ന് വീണ്ടും ഒതുക്കേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ട് വേണം എനിക്കിനി അടുത്ത പരിപാടി. അപ്പോൾ ഞാനൊരു മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അതൊന്ന് വെട്ടിക്കഴുകി ഇനി അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഞാൻ അന്ന് 6 ചൂര വാങ്ങിച്ചില്ലായിരുന്നു. അതിൽ 4 ഞാൻ എടുത്തു.
അല്ല 5 എടുത്തു, ഒരെണ്ണം ഉണ്ട്. ആ 5 4 വെള്ളയായിരുന്നു, ഒരെണ്ണം പക്ഷേ ഇത്തിരി കറുപ്പായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇവിടെ കൂടുതലും എനിക്കും ഇഷ്ടം ഇതാ, അല്ലാതെ പിന്നെ അയല. ഈ സമയത്ത് ഇപ്പോൾ സീസണിൽ നമ്മൾ കഴിക്കുന്നത് അയല ഇതുവേ ഉള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ ഇത് വാങ്ങിക്കുന്നത്. ഇവിടെ പിന്നെ കറുപ്പാണെങ്കിൽ പിള്ളേർക്ക് അത്ര അങ്ങോട്ട് താല്പര്യം വരത്തില്ല, വെള്ളയാണെങ്കിൽ ഇഷ്ടം അവർക്ക്. ഇത്തിരി ഈ നെയ്മീനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും കളിയാക്കും നമ്മളെ. കാരണം ഇങ്ങനെ ഉറപ്പുള്ള മീനാണ് അവർക്കിഷ്ടം. ഈ സോഫ്റ്റായിട്ടുള്ള മീൻ ഇഷ്ടേ അല്ല. പക്ഷേ റയിച്ചാൽ നേരെ തിരിച്ചാ നെയ്മീനാണ് ഇഷ്ടം. എനിക്കും ആരും എന്നെ ഒന്നും പറയില്ലേ, നെയ്മീൻ എനിക്കും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി എല്ലാം കഴുകി വാരി എടുത്തിട്ട് അപ്പോൾ അടപ്പത്തോട്ട് ഇട്ടിട്ടുണ്ടേ. അടപ്പത്തോട്ട് ഇട്ടതല്ല, മസാലയൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല ഈ നെയ്യപ്പം. അയ്യോ കാക്കാൻ പറ്റും. സ്റ്റോറി കാക്കേ 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 കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. स्टोरी उसका उसका स्टोरी बताओ. കുഞ്ഞിന് തീറ്റി കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? കുഞ്ഞ് നെയ്യപ്പം തിന്നോണ്ടിരിക്കുക. അത് കാക്ക ചോദിക്കുക, അത് തരുമോ? ഇല്ല തരില്ല ഈ നെയ്യപ്പം. ഇല്ല തരില്ല ഈ നെയ്യപ്പം തരികയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് കാക്ക വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. അയ്യോ കാക്കയെ പറ്റിച്ച്. അയ്യോ കാക്കയെ പറ്റി. കാക്കയെ കാക്കയെ ഇല്ല തരില്ല ഈ നെയ്യപ്പം. അയ്യോ കാക്കയെ പറ്റി. ഇവന് അന്യഭാഷ പറയണം. ഇപ്പം പറഞ്ഞ ഒയ്യോ ഷോ എനിക്ക് അറിയത്തില്ല എന്തോ അന്യഭാഷ പറഞ്ഞ ഇപ്പം. പിന്നെ ഓക്കെ ബൈ ബൈ. ഇന്നാ മമ്മി. പിന്നെ ഇതാ ഞാൻ. പപ്പ ഇപ്പം ഓഫീസിലാ. ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞത്, കുറേ ദിവസം കൊണ്ട് പൂള് കിടന്ന് പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. അപ്പോൾ അവൻ ഈ പാടുന്ന കേട്ടാണെങ്കിൽ അത് ക്ലിയർ ആക്കി. സമയം ഒരു 10:30 കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകുന്ന സമയമായിരുന്നു. മൊബൈൽ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ കുളിക്കാൻ കയറി പോകേണ്ട അവൻ എൻ്റേത് കൊടുക്കാൻ എന്ന് പറഞ്ഞില്ലേ, അതിനാ പ്രൈസം പറഞ്ഞത്. ഇതെന്തോ ഭാഷയാണ് പറയുന്നത്, എനിക്കത് മനസ്സിലായി. കുഞ്ഞുനാളിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വന്നു. അന്നൊക്കെ ഡാഡി ഇവന്മാർ കരയുമ്പോൾ ഇവന്മാരെ ഡാഡി എടുത്തുകൊണ്ട് ചെയ്യുന്നതായിരുന്നു. ആ വന്ന സമയത്ത് കുഞ്ഞുങ്ങളായിരിക്കുമ്പം ഇങ്ങനെ തോളത്തിട്ടിട്ട് ഇങ്ങനെ ഈ പാട്ട് പാടിയിട്ട് ഇങ്ങനെ തെരളതെല്ല എന്നൊക്കെ പറയാമായിരുന്നു. ഇപ്പോൾ അത് അവർക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ചിരി. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.